വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ 3 വിഭാഗങ്ങളായി തിരിക്കാം. യേശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ എന്നിവരെ പ്രധാന പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നു. ഓസിയ, ജോയൽ, ആമോസ്, ഒബാദിയ, ജോന, മിഖ, നാഹൂം, ഹബക്കൂക്ക്, സെഫാനിയ, ഹഗായ്, സക്കറിയ, മലാക്കി എന്നിവരാണ് ചെറിയ പ്രവാചകന്മാർ. ഏലീജ, എലീഷ, സാമുവേൽ, നാഥൻ, മോസസ്, ബാലാം, ഡെബോറ, ഗാദ്, മിരിയം എന്നിവരെ മറ്റ് പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 29-ാം പുസ്തകമാണ് യേശയ്യ. 66 അധ്യായങ്ങളുള്ള യേശയ്യായുടെ പുസ്തകത്തിലെ ആദ്യത്തെ 39 അധ്യായങ്ങളെ 1-ാം യേശയ്യ എന്നും 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളെ 2-ാം യേശയ്യ എന്നും 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളെ 3-ാം യേശയ്യ എന്നും തിരിക്കാറുണ്ട്. ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവർ യൂദയായിൽ ഭരണം നടത്തിയ BC 740 മുതൽ 700 വരെയുള്ള കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളാണ് ആദ്യത്തെ 39 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. 2-ാം യേശയ്യ ബാബിലോണിൽ പ്രവാസത്തിൽ കഴിയുന്നവരെയും 3-ാം യേശയ്യ പ്രവാസം കഴിഞ്ഞ് ജെറുസലേമിൽ തിരിച്ചെത്തിയവരെയുമാണ് അഭിസംബോധന ചെയ്യുന്നത്. യേശയ്യാവിന്റെ പുസ്തകത്തിൽ അത്ഭുതകരമായ പ്രവചനങ്ങൾ അടങ്ങിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഭാവി രാജ്യത്വത്തെക്കുറിച്ച് അതിശയകരമായ വിശദാംശങ്ങളോടെ മുൻകൂട്ടി അറിയിപ്പുകൾ ഇതിൽ കാണാം. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ ജനമായ യഹൂദയെ വിശ്വസ്തതയിലേക്ക് വിളിക്കുകയും വരാനിരിക്കുന്ന മിശിഹായായ ഇമ്മാനുവേലിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.